Good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. സാറേ ഗുഡ് ഈവനിങ്. Good evening, sir. Class ഒക്കെ തുടങ്ങാം. ഗുഡ് ഈവനിങ് ആൾ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. Good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. ഗുഡ് ഈവനിങ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. Good evening, sir. ഗുഡ് ഈവനിങ്. ഓക്കെ. Good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. Good evening. Good evening. Good evening.
Good evening, sir. Class തുടങ്ങിയോ? ഗുഡ് ഈവനിങ് ആൾ. ക്ലാസ് ഇപ്പൊ തുടങ്ങും. 2 മിനിറ്റ് കേട്ടോ. ഗുഡ് ഈവനിങ് സാർ. Good evening, sir. Good evening, sir. Good evening, sir. ഗുഡ് ഈവനിങ് സാർ. ഓക്കെ. കാണുന്നുണ്ടോ? Yes, sir. Yes, കാണാം, sir. Yes, sir. Sir, ഇത് ഏതാ യൂണിറ്റ്? Sir, ഇത് ഏതാ യൂണിറ്റ്? സാർ ഇത് വെൻലൈറ്റ് റിഫ്ലക്ഷൻ പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണോ? ഓക്കെ. ഇന്ന് പഠിക്കാൻ പോകുന്നത് വണ്ടേഴ്സ് ഓഫ് സ്കൈ, ആകാശ വിസ്മയങ്ങൾ എന്നുള്ള പാഠാണ്. വണ്ടേഴ്സ് ഓഫ് സ്കൈ, ആകാശ വിസ്മയങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പഠിക്കുന്നത് ഷാഡോ ആൻഡ് ലൈറ്റ് ആണ്. അതായത് നിഴലും പ്രകാശവും. ഷാഡോ ആൻഡ് ലൈറ്റ്, നിഴലും പ്രകാശവും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഫോം ഷാഡോസ് അല്ലെ. എല്ലാ ആധാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട് അല്ലെ. ഒപ്പാക്ക് ഒബ്ജക്റ്റ് പറഞ്ഞ എന്താണ്? പ്രകാശം. കേൾക്കുന്നില്ലേ? ആ, പ്രകാശം എക്കോ ഒഴിവാക്കട്ടെ. എക്കോ ആധാരാണ് പ്ലീസ്. ഓക്കെ.
ആൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഫോം ഷാഡോസ് അല്ലെ. എല്ലാ അധാര്യ വസ്തുക്കൾക്ക് എന്തുണ്ട്? നിഴലുകളുണ്ട്. Shadows forms in the direction opposite to that of the. ആരാണ് എക്കോ ഓൺ ആക്കിയാരാ? ഓഫ് ആക്കൂ. എക്കോ ഓഫ് ആക്കൂ. ആ ഓക്കെ ഓക്കെ ഓഫ് ആക്കി. Shadows form in the direction opposite to that of the source of അല്ലെ. പ്രകാശ സ്രോതസ്സിന്റെ എതിർദിശയിലായിരിക്കും നിഴല് രൂപപ്പെടുക. നമുക്കറിയാം, ഒരു വസ്തു വെച്ചാല് പ്രകാശത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വസ്തു വെച്ചാല് അതിന്റെ അപ്പുറത്തായിട്ട് ദിശയിലായിരിക്കും എന്ത് കിട്ടുക? നിഴല് കിട്ടുക. ഓക്കെ, ഷാഡോസ് ഫോം ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. പ്രകാശ സ്രോതസ്സിന്റെ എതിർ ദിശയിലായിരിക്കും നിഴല് രൂപപ്പെടുന്നത്. നോക്കാം, ഓൺലി സ്പെറിക്കൽ ഒബ്ജക്റ്റ് ആൾവേസ് ഫോം സർക്കുലാർ ഷാഡോ. ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുണ്ടാവുള്ളൂ. അപ്പൊ വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രം എന്തുണ്ടാവുള്ളൂ? വൃത്താകൃതിയിലുള്ള നിഴല് കിട്ടുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? ഒരു വസ്തു ഏത് രൂപത്തിലാണോ ആ രൂപത്തിലായിരിക്കും അതിന് നിഴല് കിട്ടുക അല്ലെ? ഓക്കെ, ഇനി ആകാശഗോളങ്ങളുടെ നിഴല്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഭൂമിയുടെ നിഴല് രൂപപ്പെടുന്ന ഭാഗത്ത് അവിടെ പകലായിരിക്കോ രാത്രി ആയിരിക്കോ? ഭൂമിയുടെ whether it will be day or night where the earth shadow is formed. നമുക്ക് നോക്കാം അല്ലെ. Are all celestial bodies of the same size? എല്ലാ ഗോളങ്ങളും ഒരേ വലിപ്പാണോ? അല്ലല്ലോ. അപ്പോ ഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് do the size of the shadows varies with the change in the size of the celestial bodies അല്ലെ. ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ചിട്ട് അവയുടെ നിഴലിന്റെ വലിപ്പത്തിൽ എന്തുണ്ട്? മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, സൂര്യന് ഏറ്റവും അടുത്തതാണ് മെർക്കുറി, പിന്നെ വീനസ്, പിന്നെ എർത്ത്, പിന്നെ മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ അല്ലെ. 8 ഗ്രഹങ്ങളാണുള്ളത് അല്ലെ. പഠിച്ചോർമ്മല്ലേ നിങ്ങക്ക്? ഓക്കെ, ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഒരു ആകാശഗോളത്തില് പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയുമാണ് അനുഭവപ്പെടുക അല്ലെ. ഒരു ആകാശഗോളത്തില് ഇൻ സെലസ്റ്റിയൽ സ്ഫിയർ ഇറ്റ് ഈസ് ഡേ വേർ ദ ലൈറ്റ് ഫാൾസ് ആൻഡ് നൈറ്റ് വേർ ദ ഷാഡോ ഈസ് ഫോംഡ്. ഇറ്റ് ഈസ് വേർ ദ ലൈറ്റ് ഫാൾസ് അല്ലെ. പ്രകാശം പതിയുന്ന ഭാഗത്ത് എന്തായിരിക്കും? പകലായിരിക്കും. പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് എന്തായിരിക്കും? നിഴലുണ്ടാകുന്ന ഭാഗത്ത് എന്തായിരിക്കും? രാത്രിയും അനുഭവപ്പെടും. അപ്പൊ നിഴലുണ്ടാകുന്ന ഭാഗത്ത് എന്തായിരിക്കും? രാത്രി ആയിരിക്കും. In a celestial sphere, it is day where the light falls and night where the shadow is formed. ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയുമാണ് അനുഭവപ്പെടുക. സാറേ, ആ ഈ നോട്ട്സ് ഒക്കെ കിട്ടിയേ? അയച്ചേരൂട്ടോ. നോക്കാം. Among the following, which is the probable position of the moon in the shadow of the earth? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോ, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുമ്പോ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏത് സ്ഥാനത്താണ് ചന്ദ്രന്റെ നിഴൽ പതിയുക? ബി ആണോ, സി ആണോ, ഡി ആണോ? സി.
സി ആണ് അല്ലേ? ചന്ദ്രൻ അല്ലേ? ചന്ദ്രൻ നിഴല വരുമ്പോഴാണ് ഡിയിലാണ് അല്ലേ? ഇവയിൽ ഏത് സ്ഥാനത്തെത്തുമ്പോ ചന്ദ്രൻ ഭൂമിയിൽ നിഴൽ പ്രവേശിക്കുന്നത്? At which of these position does the moon enter the earth's shadow? ഇവയിൽ ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? അതാണ് മ്യൂട്ട് ചെയ്യാത്തരാ. പ്ലീസ് അത് മ്യൂട്ട് ചെയ്യൂ. ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറയോ ഈ ക്വസ്റ്റ്യൻ? ആ മ്യൂട്ട് ചെയ്യാതെ മ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുള്ളൂ. At which of these position does the moon enter the earth's shadow? ഇവയിൽ ബി ആണോ സി ആണോ ഡി ആണോ? ബി സി ഡി ഇവയില് ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? ഏത് ഭാഗത്തെത്തുമ്പോഴാ? സി എന്ന ഭാഗത്തെത്തുമ്പോഴാണ് നിഴലിൽ പ്രവേശിക്കുന്നത്. ഓക്കെ, നോക്കാം. ആരാണ് മ്യൂട്ട് ചെയ്യാത്ത? ഞാൻ ഇപ്പൊ റിമൂവ് ചെയ്യട്ടോ മ്യൂട്ട് ചെയ്യാത്തല്ലേ. അവരിങ്ങനെ സംസാരിച്ച ചന്ദ്രഗ്രഹണം, ലൂനാർ എക്ലിപ്സ്. എന്താണ് ചന്ദ്രഗ്രഹണം? ചന്ദ്രഗ്രഹണത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ലൂണാർ എക്ലിപ്സ്. എന്താ പറയാ? എർത്തിന്റെ ചുറ്റും കറങ്ങുന്നതിനാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ലൂണാർ എക്ലിപ്സ് അതായത് ചന്ദ്രഗ്രഹണം. നോക്കാം. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോ ചില സമയങ്ങളില് സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരും. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുക. ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. As the moon revolves round the earth, ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ the earth sometimes comes between the sun and the moon in a straight line. ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരും. അപ്പോ at this time, ഈ സമയത്ത് the moon will be in the shadow of the earth. ചന്ദ്രൻ എന്തായിരിക്കും? ഭൂമിയുടെ നിഴലിലായിരിക്കും. This is the lunar eclipse. ഇതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇപ്പൊ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യാനാല് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുമ്പോ ചില സമയങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരും. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ആരുണ്ടാവുക? ചന്ദ്രൻ ഉണ്ടാവുക. ഇതിനാണ് ലൂണാർ എക്ലിപ്സ് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ സാർ. ഈ ചിത്രം കണ്ടിട്ട് ചന്ദ്രന്റെ നിഴല് ഭൂമിയെ പൂർണ്ണമായും മറക്കാൻ കഴിയോ? ഇല്ല. ഇല്ല അല്ലെ? ചന്ദ്രന്റെ നിഴല് ഭൂമിയെ പൂർണ്ണമായും മറക്കാൻ കഴിയില്ല. കാരണം ഭൂമിയേക്കാൾ ചെറുതാണ് എന്ത്? ചന്ദ്രൻ ഉള്ളത് അല്ലെ? ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭാഗത്തുള്ളവർക്ക് ആ സമയം സൂര്യനെ കാണാൻ പറ്റുമോ? ഇല്ല. ഈ പ്രതിഭാസം പകലാണോ രാത്രിയാണോ സംഭവിക്കുക? രാത്രിയാണ് അല്ലെ? നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ചന്ദ്രഗ്രഹണം പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് സൂര്യഗ്രഹണമാണ് കേട്ടോ. സോളാർ എക്ലിപ്സ്. നിങ്ങള് സൂര്യഗ്രഹണം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അതിൽ എക്സ്റേന്റെ ഇതിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടാവും സൂര്യഗ്രഹണം അല്ലെ? അപ്പൊ എന്താണ് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞത്? എന്താണ് സൂര്യഗ്രഹണം എന്ന് പറയണത്? അതായത് ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോ ചന്ദ്രൻ അപൂർവമായിട്ട്, നമുക്കറിയാം ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ അല്ലെ? അപ്പോ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന് ഭൂമി എങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോ ചന്ദ്രന് ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരും. ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരേ രേഖയിൽ വരും, ഒരേ
നേർരേഖയിൽ വരുമ്പോ ഈ സമയം ചന്ദ്രന്റെ നിഴൽ എവിടെ വീഴും? ഈ സമയം ചന്ദ്രന്റെ നിഴല് റേഞ്ചിലോട്ട് നിൽക്കട്ടോ. ഈ സമയം ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കില്ല. ഇതിനാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുക. ഇപ്പൊ ഒരു സൂര്യഗ്രഹണം നടക്കുമ്പോ ഈ ലോകത്തുള്ള എല്ലാവർക്കും സൂര്യഗ്രഹണം കിട്ടുമോ? സൂര്യഗ്രഹണം കാണാൻ പറ്റുമോ? ഇല്ല. അത് ചന്ദ്രന്റെ നിഴല് ആ സമയത്ത് ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തെ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൂര്യഗ്രഹണം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരും. ഈ സമയം ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ വീഴുകയും കേരളത്തില് സൂര്യഗ്രഹണം വന്നിട്ടുണ്ടോ? നമ്മൾ കണ്ടില്ലേ, നമ്മള് എക്സ്റേയിലൊക്കെ വെച്ച് നോക്കിയില്ലേ സൂര്യഗ്രഹണം. ചന്ദ്രന്റെ നിഴല് വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കില്ല. ഇതാണ് എന്താ പറയാ, സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുക. അല്ലെ? വെൻ ദ മൂൺ റിവോൾവ്സ് റൗണ്ട് ദ എർത്ത്, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുമ്പോൾ ദ മൂൺ റയർലി കംസ്, അത് റയർ ആയിട്ടേ വരുള്ളൂ അല്ലെ. The moon rarely comes in between the earth and the sun in a straight line. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോ at this time, ഈ സമയത്ത് the moon shadow falls on the earth, ചന്ദ്രന്റെ നിഴല് ഭൂമിയിലേക്ക് പതിക്കുകയും people in the area where the moon shadow falls cannot see the sun because the moon covers the sun. അല്ലെ? ചന്ദ്രന്റെ, നമുക്ക് ഈ ചിത്രത്തിൽ കണ്ടു അല്ലെ, ചന്ദ്രന്റെ നിഴല് ഭൂമിയുടെ ഒരു പ്രദേശത്ത് മാത്രമേ പതിക്കണുള്ളൂ അല്ലെ. ബാക്കിയൊക്കെ ഭാഗം ഒഴിഞ്ഞു കിടക്കുക. ആ ഭാഗത്തുള്ളവർക്ക് മാത്രം എന്ത് കാണാൻ പറ്റുള്ളൂ? അപ്പോ സൂര്യഗ്രഹണം കാണാൻ പറ്റുള്ളൂ അല്ലെ. അടിഭാഗത്തുള്ളവർക്കൊന്നും കാണൂല. ഇല്ല, ഈ ഭാഗത്തുള്ള ഇപ്പൊ ചന്ദ്രന്റെ നിഴല് പതിഞ്ഞ ഭാഗം കണ്ടില്ലേ, ആ ഭാഗത്തുള്ളവർക്ക് മാത്രമേ നമുക്ക് സൂര്യഗ്രഹണം കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തുള്ളവർക്കൊക്കെ എന്തായിരിക്കും? സാധാ പോലെ പകല് വെളിച്ചം തന്നെ ആയിരിക്കും. ഓക്കെ. Because the moon covers the sun, this is solar. The moon, people in the area where the moon shadow falls cannot see the sun because the moon covers the sun. അല്ലെ? ചന്ദ്രന്റെ നിഴല് വീഴുന്ന ഭാഗത്തുള്ളവർക്ക് മാത്രമേ സൂര്യഗ്രഹണം കാണാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കും സൂര്യഗ്രഹണം കാണാൻ പറ്റില്ല. ഇതിനാണ് സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യഗ്രഹണം വന്നാ അത് അപൂർവമായിട്ടുണ്ടാവുള്ളൂ, എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. ഇനി സൂര്യഗ്രഹണം കാണാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? സൂര്യഗ്രഹണം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കാം? അതിൽ ഒന്നാമത്താണ് സോളാർ ഫിൽറ്റർ കണ്ണട. സോളാർ ഫിൽറ്റർ കണ്ണട എന്ന് പറയുന്നത്. വേറെ ഉപകരണമാണ് ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രൊജക്ഷൻ രീതിയിൽ നമുക്ക് എന്താ കാണാൻ പറ്റും? സൂര്യഗ്രഹണം കാണാൻ പറ്റും. പിന്നെ പിൻഹോൾ പ്രൊജക്ടറിലൂടെയും നമുക്ക് സൂര്യഗ്രഹണം കാണാൻ പറ്റും. പിൻഹോൾ ഉണ്ടാക്കിക്കണം നിങ്ങള്. പിൻഹോള് നമ്മൾ ഏഴാം ക്ലാസ് പഠിക്കണം, 7-ലോ 8-ലോന്നും അറിയില്ല. പിൻഹോൾ ക്യാമറ പഠിക്കുന്നുണ്ട് കേട്ടോ. പിൻഹോൾ ക്യാമറ നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിലൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് സൂര്യഗ്രഹണം കാണാൻ പറ്റും. അല്ലെങ്കിൽ എക്സ്റേ ഉണ്ടാവും, നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും എക്സ്റേ എടുത്തിട്ടുണ്ടാവും. നമുക്ക് നേരിട്ട് കാണാൻ പറ്റും സൂര്യഗ്രഹണം. നേരിട്ട് സൂര്യഗ്രഹണം കണ്ടാൽ കണ്ണിന് കേടാണ് അല്ലെ. കണ്ണോട് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റൂല. അപ്പോ എക്സ്റേ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ കൊണ്ടോ നമുക്ക് സൂര്യഗ്രഹണം കാണാൻ സാധിക്കും. അപ്പൊ കണ്ണി കണ്ടെന്താ കുഴപ്പം? കണ്ണ് കാണാൻ നമ്മുടെ കണ്ണിന് പ്രശ്നമാവും. നമുക്ക് സൂര്യനെ നേരിട്ട് നോക്കാൻ പറ്റും. നമുക്ക് സൂര്യനല്ല, സൂര്യഗ്രഹണം കണ്ടോ? സൂര്യഗ്രഹണം അതേപോലെ തന്നെ വെളിച്ചം വരും. അതിന്റെ സൈഡിലുള്ള വെളിച്ചം നമുക്ക് എന്താണ്, കണ്ണിന് പ്രശ്നങ്ങൾ വരും കേട്ടോ. ഈ സൂര്യഗ്രഹണം ഉണ്ടായ സ്ഥലത്തൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവൂലേ? സൂര്യഗ്രഹണം നമ്മള് എക്സ്റേ അല്ലെങ്കിൽ ഇത് വെച്ചുള്ള ഉപകരണം വെച്ചിട്ട് വേണം നോക്കാൻ. ഓക്കെ, അത് മനസ്സിലായി. ഈ സൂര്യഗ്രഹണം നടന്ന സ്ഥലത്തില്ലേ, അവിടുത്തെ ആൾക്കാർ കണ്ടിട്ടില്ലേ? എന്ത് ഗ്രഹണ സമയത്ത് ഇത് വെച്ചിട്ടാ നോക്കാട്ടോ.
ഇത്രയും ഉപകരണങ്ങൾ വെച്ചിട്ടാണ് അതിനെ നോക്കേണ്ടത്. ഓക്കെ, അത് എപ്പോ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ആ സൂര്യഗ്രഹണത്തിന് അതിന് സമയം നേരൊക്കെ ഉണ്ടാവും. ഇത്ര സമയത്തില് കാണാൻ പറ്റുന്ന പത്രത്തിൽ വായിച്ചിട്ടില്ലേ, ഇന്ന സമയത്താണ് സൂര്യഗ്രഹണം കാണാൻ പത്രത്തിൽ ഉണ്ടാവും കേട്ടോ ആ സമയത്ത്. ഇനി നോക്കാം, നിലാവിനെ കുറിച്ചാണ്, മൂൺലൈറ്റിനെ കുറിച്ചാണ് പറയണത്. അതായത് the sunlight falling on the moon surface gets scattered and reaches the earth. This is the moonlight that we see at night. അല്ലെ, ശരിക്ക് ചന്ദ്രനിൽ നിന്നും വെളിച്ചം ഉണ്ടാവുണ്ടോ? ഉണ്ടോ? ചന്ദ്രന് പ്രകാശം പുറത്തു വരുന്നുണ്ടോ? ഇല്ല. ഇല്ല. അതായത് പിന്നെ എങ്ങനെയാണ് ചന്ദ്രനിലെ പ്രകാശം നമുക്ക് കാണാൻ പറ്റുന്നത്? ചന്ദ്രനിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപദിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ്. അതായത് സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടിയിട്ട് ആ പ്രകാശമാണ് നമുക്ക് ചന്ദ്രന്റെ പ്രകാശമായിട്ട് കാണുന്നത്. The sunlight falling on the moon surface gets scattered and reaches the earth. This is the moonlight that we see at night. ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപദിച്ച് അല്ലെ, അതായത് പ്രകാശം ചന്ദ്രനിൽ തട്ടിയിട്ട് നേരെ പ്രതിപദിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ചന്ദ്രനെ കാണുന്നത്. ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ, അമാവാസി പൗർണമി. ന്യൂ മൂൺ ആണ് അമാവാസി എന്ന് പറയാ, ഫുൾ മൂൺ ആണ് പൗർണമി എന്ന് പറയാ. അതായത് ഫുൾ മൂൺ ആയിട്ട് നമുക്ക് അല്ലെ കാണാൻ പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് ചന്ദ്രനെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതിനാണ് പൗർണമി എന്ന് പറയാ അല്ലെ. ഇനി ന്യൂ മൂൺ എന്ന് പറഞ്ഞാല് ചന്ദ്രനെ അല്ലെ ഒരു ചന്ദ്രക്കല പോലെ കാണാൻ പറ്റില്ല, തേങ്ങാപ്പൂള് പോലെ കാണാൻ പറ്റുന്നതാണ് ന്യൂ മൂൺ, അമാവാസി എന്ന് പറയണത്. നോക്കാം, ന്യൂ മൂൺ occurs when the shadow side of the moon completely faces the earth. We cannot see moon on this day. അതായത് ന്യൂ മൂൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അന്നെന്താണ്, ഫുള്ളായിട്ട് മറിഞ്ഞിട്ടുണ്ടാവും. അമാവാസി എന്ന് പറഞ്ഞാല് ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ്. കറുത്തവാവ് എന്ന് പറയില്ല അമാവാസിക്ക്, കറുത്തവാവ്. അന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചന്ദ്രനെ കാണാൻ പറ്റില്ല. പിറ്റേന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തേങ്ങാപ്പൂള് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചന്ദ്രനെ കാണാൻ പറ്റും. പിന്നെ അങ്ങനെ വലുതായി പൗർണമി ആവാൻ എന്താവും, അത് പൂർണ്ണമായ ഒരു ചന്ദ്രനായിട്ട് മാറാണ് ചെയ്യുക. അപ്പൊ ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസത്തിനാണ് എന്താ പറയാ, അമാവാസി, കറുത്തവാവ് എന്ന് പറയണത്. അപ്പൊ കറുത്തവാവിന് വരുമ്പോ നമുക്ക് അത് മനസ്സിലാക്കണം കേട്ടോ. ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ്. ന്യൂ മൂൺ occurs when the shadow side of the moon completely faces the earth. We cannot see the moon on this day. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചന്ദ്രനെ കാണാൻ പറ്റൂല. ഈ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കുകയില്ല. ഇനി പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ മൂൺ എന്ന് പറഞ്ഞാല് full moon occurs when the illuminated part of the moon completely faces the earth. Full moon occurs when the illuminated part of the moon completely faces the earth. Half moon is seen when the half illuminated and half shadow portion of the moon face the earth. അതായത് പൗർണമി എന്ന് പറഞ്ഞാല് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി. വെളുത്തവാവ് എന്ന് പറയും. ചന്ദ്രന്റെ പ്രകാശിക്കണ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി. അതിന് വെളുത്തവാവ് എന്ന് പറയാ. ചന്ദ്രനെ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇനി ഹാഫ് മൂൺ ഈസ് സീൻ വെൻ ദ ഹാഫ് ഇല്ലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ ഓഫ് ദ മൂൺ ഫേസ് ദ എർത്ത്. അതായത് ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്, ഹാഫ് മൂൺ എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് പകുതിയും പകുതിയായിട്ട് കാണാൻ പറ്റും. ഈ ചിത്രം പകുതിയും പകുതിയായിട്ട് കാണാൻ പറ്റില്ല. ഏതാണ് എന്താ പറയാ, ഹാഫ് മൂൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. ചന്ദ്രന്റെ പ്രകാശിക്കണ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി, വെളുത്തവാവ്, അതായത് ഫുൾ മൂൺ എന്ന് പറയണത്. പിന്നെ
അത് കഴിഞ്ഞിട്ട് ചന്ദ്രന്റെ പ്രകാശിക്കണ ഭാഗം പകുതിയും നിഴൽഭാഗം പകുതിയും കാണുന്ന ഭാഗം അതിന് പറയുന്ന പേരാണ് ഹാഫ് മൂൺ, അതായത് അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ സാറേ, ഉം. ഇത് ഫോർത്ത് പഠിച്ചല്ലേ? എങ്ങനെ? ഇത് ഫോർത്ത് പഠിച്ചല്ലേ? പുറത്ത് പഠിക്കണം. ഇത് നോക്കാം. വൃദ്ധിയും ക്ഷയവും, വാക്സിങ്ങും വാനിങ്ങും. എന്താണ് വൃദ്ധിയും ക്ഷയവും എന്ന് പറയുന്നത്? എന്താണ്? നോക്കാം. വൃദ്ധി ക്ഷയം നോക്കാം. വാക്സിങ് ആൻഡ് വാനിങ്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരികയാണ് ചെയ്യുക. കറുത്ത വാവില് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റൂല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തേങ്ങാപ്പൂള് പോലെ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ വലുതായി ഇങ്ങനെ വരും അല്ലേ? പിന്നെ അങ്ങനെ വലുതായി വരല്ല, പിന്നെ നമുക്ക് ഓരോ ഭാഗം ഇങ്ങനെ കണ്ട് എന്താവും, അവസാനം വെളുത്ത വാവാകുമ്പോ നമുക്ക് പൂർണ്ണമായിട്ട് ചന്ദ്രനെ കാണാൻ പറ്റും. ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. വാക്സിങ് അല്ലെങ്കിൽ വൈറ്റ് ഹാലോ എന്ന് പറയുന്നത്. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്, the illuminated part of the moon keeps on increasing from the new moon to full moon. ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് അല്ലെ, അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് ചന്ദ്രന്റെ കാണുന്ന ഭാഗം കൂടി വരികയാണ് ചെയ്യുക. ഇതിന് പറയണ ഇത്രയും കാലയളവിന് പറയുന്ന പേരാണ് എന്ത്? വാക്സിങ് അല്ലെങ്കിൽ വൈറ്റ് ഹാലോ എന്ന് പറയണത്. വൃദ്ധി അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് പറയണത്. ഇനി വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരിക. അതായത് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ. ഇപ്പൊ നമ്മള് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ പറഞ്ഞു അല്ലെ? കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ ഇങ്ങനെ കാണുന്ന ഭാഗം കൂടി വരിക ചെയ്യുക. അപ്പൊ എന്താവും? ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം പിറ്റേന്ന് എന്താവും? വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ പിന്നെ എന്താവും? പ്രകാശിത ഭാഗം, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന പ്രകാശിക്കണ ഭാഗം കുറഞ്ഞു വരിക ചെയ്യുക കറുത്ത വാവ് വരെ. പിന്നെ കറുത്ത വാവ് ആവുമ്പോൾ നമുക്ക് തീരെ കാണാതാവും. പിന്നെ പിറ്റേന്ന് മുതൽ ഒരു തേങ്ങാപ്പൂള് പോലെ കാണും. പിന്നെ ഇങ്ങനെ അതില് ഇപ്പഴേ ഈ ചന്ദ്രൻ ഒരു സ്ഥലത്ത് വേറെ രൂപയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറെ രൂപയായിരിക്കും. നോക്കാം. ചന്ദ്രന്റെ നോക്കട്ടോ. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ പ്രകാശിത ഭാഗം കൂടി വരികയാണ് ചെയ്യുക. അതിനാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്ന് പറയാം. ഇനി അതിനുശേഷം വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ അപ്പൊ പ്രകാശിക്കണ ഭാഗം കുറഞ്ഞു വരിക ചെയ്യുക. അതിനാണ് ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്ന് പറയുന്നത്. ക്ഷയം അല്ലെങ്കിൽ കറുത്ത പക്ഷം. വാനിങ് ഓർ ബ്ലാക്ക് ഹാലോ. When viewed from the earth, the illuminated part of the moon keeps on decreasing from the full moon to new moon. This period is known as the waning or black halo. ഓക്കെ ആണോ? വാക്സിങ്ങും വൈറ്റ് ഹാലോയും വാനിങ്ങും ബ്ലാക്ക് ഹാലോയും രണ്ടും മനസ്സിലായിക്കണോ? ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചന്ദ്രന് നമുക്ക് ചന്ദ്രവർഷം ഉണ്ട് അല്ലെ? അറബി മാസങ്ങൾ നമുക്ക് ചന്ദ്രനനുസരിച്ച് അറബി മാസങ്ങൾ നോക്കുക അല്ലെ? അപ്പൊ അറബി മാസങ്ങളിൽ 1 മുതൽ ഇപ്പൊ ഫസ്റ്റ് മാസം കാണുമ്പോൾ നമുക്കറിയാം ചന്ദ്രകല പോലെ. റമദാനൊക്കെ മാസം നോക്കൂലേ? മാസം നോക്കുമ്പോൾ ചന്ദ്രകല പോലെ നമുക്ക് കാണാൻ പറ്റുക അല്ലെ? അന്ന് മുതൽ ഇങ്ങനെ കൂടി വന്നിട്ട് 14, 15, 14 ആകുമ്പോൾ നമുക്കറിയാം ചന്ദ്രനെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ ചന്ദ്രന് കുറഞ്ഞു വന്ന് എന്താവും? ലാസ്റ്റ് 29 ആകുമ്പോൾ വീണ്ടും കാണാതാവും. പിന്നെ പിന്നെ കാണുമ്പോൾ ഒരു തേങ്ങാപ്പൂള് വേണ്ട. അപ്പൊ നമുക്ക് അടുത്ത മാസമായി അറിയാൻ പറ്റും അല്ലെ? അറബി വർഷം, അറബ് മാസം അങ്ങനെയാണ് നോക്കുക അല്ലെ? ചന്ദ്രവർഷങ്ങള്. ഇനി നോക്കാം എന്താണ് വൃദ്ധിക്ഷയം, വാക്സിങ് ആൻഡ് വാണിംഗ്. വൃദ്ധിക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണ് എന്ത്? വൃദ്ധിയുടെ ഇംഗ്ലീഷ് എന്താ? എന്റെ
വൃദ്ധി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? വാക്സിങ്ങാ വാനിങ്ങാ? വാക്സിൻ വാക്സിൻ. ആ ക്ഷയം വാനിങ് കേട്ടോ. ഓക്കെ. അപ്പൊ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗം നിഴൽ ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസത്തിനാണ് എന്താ പറയാ? ഭൂമിയിൽ നിന്ന് നമുക്ക് ദിവസം വ്യത്യാസം ഉണ്ടാവും അല്ലെ? നിഴൽ ഭാഗം വ്യത്യാസം ഉണ്ടാവും, പ്രകാശിത ഭാഗം വ്യത്യാസം ഉണ്ടാവും അല്ലെ? ദിവസം കാണുമ്പോ ഓരോ വ്യത്യാസം അല്ലേ? ഓരോ വ്യത്യാസം ഉണ്ട്. ഈ വ്യത്യാസത്തിനാണെന്ന് പറയാ വൃദ്ധിക്ഷയം അഥവാ വാക്സിംഗ് ആൻഡ് വാനിങ് എന്ന് പറയുന്നത്. വൃദ്ധിക്ഷയം വാക്സിംഗ് വാനിങ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ ചാപ്റ്റർ. ഒന്നുകൂടി ഒന്ന് ഇതിലെ ചോദ്യങ്ങൾ നോക്കട്ടെ നമുക്ക്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിഴലുകൾ ഷാഡോ ഉണ്ടാവുന്നത് ഏത് ഒബ്ജക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഷാഡോ ഉണ്ടാവുക? ഒബ്ജക്റ്റുകൾക്കെല്ലാം നിഴലുകളുണ്ട്. ഇനി നിഴല് രൂപപ്പെടുന്നത് ഏത് ദിശയിലായിരിക്കും? പ്രകാശസ്രോതസ്സിന്റെ എതിർ ദിശയിലായിരിക്കും. ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സോഴ്സ് ഓഫ് ലൈറ്റ്. ഓക്കെ. എപ്പോഴും വൃത്താകൃതിയിലുള്ള സർക്കുലർ ഷാഡോയിലുള്ള നിഴലുണ്ടാവുക ഏത് വസ്തുക്കൾക്കാണ്? സ്ഫെറിക്കൽ ഒബ്ജക്റ്റുകൾക്കാണ്. ഗോളാകൃതിയുള്ള വസ്തുക്കൾക്കാണ് എപ്പോഴും വൃത്താകൃതിയിലുള്ള എന്തുണ്ടാവണത്? നിഴല് ഉണ്ടാവുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യന്, ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് ഗസ് വെദർ ഇറ്റ് വിൽ ബി ഡേ ഓർ നൈറ്റ് വെർ ദ എർത്ത് ഷാഡോ ഇസ് ഫോംഡ്. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രി ആയിരിക്കുമോ? രാത്രി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യന്, ആർ ആൾ സെലസ്റ്റിയൽ ബോഡീസ് ഓഫ് ദ സെയിം സൈസ്. എല്ലാ ആകാശഗോളങ്ങളുടെയും വലിപ്പം ഒരുപോലെയാണോ? അല്ല. ഡു ദ സൈസ് ഓഫ് ദ ഷാഡോ വേരീസ് വിത്ത് ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ്. ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിന്റെ വലിപ്പത്തിൽ മാറ്റം ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലെ? ഓരോ വസ്തുക്കളുടെ സൈസ് അനുസരിച്ച് നിഴലിന്റെ വസ്തുക്കൾക്ക് മാറ്റം ഉണ്ടാവും. നോക്കാം. സൂര്യന്റെ ഏറ്റവും അടുത്തത് ഏത് ഗ്രഹമാണ്? മെർക്കുറിയാണ്. പിന്നെ വീനസ്, പിന്നെ മൂന്നാമതാണ് എർത്ത് അല്ലെ? പിന്നെ മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, നോക്കാം. ഒരു ചോദ്യതാണ്. ഒരു ആകാശഗോളത്തില് പ്രകാശം പതിയുന്ന ഭാഗത്ത് രാത്രിയാണോ പകലാണോ ഉണ്ടാവുക? ഇനി സെലക്ട് സ്ഫിയർ ഇറ്റ് ഈസ് വേർ ദ ലൈറ്റ് ഫാൾസ്. പകലാണ് ഉണ്ടാവുക അല്ലെ? നീരുണ്ടാകുന്ന ഭാഗത്ത് ഏതുണ്ടാവുക? രാത്രിയാണ് ഉണ്ടാവപ്പെടുക. എന്താ കുഞ്ഞക്ക് ഇതില് സാറെ മ്യൂട്ടാക്കാൻ പറ. ഓക്കെ. ഇനി അടുത്തത് ചന്ദ്രഗ്രഹണം. ലൂണാർ എക്ലിപ്സ് എന്താണ്? ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എന്താണ്? രണ്ടിനും വ്യത്യാസം അറിഞ്ഞിരിക്കണം. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരും. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രന്. ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. As the moon revolves around the earth sometimes comes between the sun and the moon in a straight line. At this time, the moon will be in the shadow of the earth. This is the lunar eclipse. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരും. ഈ സമയത്ത് ഭൂമിയുടെ നിഴലിലായിരിക്കും ആരുണ്ടാവുക? ചന്ദ്രൻ ഉണ്ടാവുക. ഇതിനാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ചന്ദ്രന് ഫുള്ളായിട്ട് നമ്മൾ ഭൂമിയെ മറക്കാൻ കഴിയില്ല. കാരണം ചന്ദ്രനേക്കാളും വലിപ്പം കൂടുതലാണ്.
അപ്പൊ ചന്ദ്രന് നിഴല് ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവും. ആ ഭാഗത്തുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൂര്യഗ്രഹണം കാണാൻ പറ്റുള്ളൂ. എന്താണ് സൂര്യഗ്രഹണം? ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരും. ഈ സമയം ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ വീഴും. ചന്ദ്രൻ നിഴല് വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൂര്യഗ്രഹണം കാണാൻ പറ്റുള്ളൂ. ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കൂല. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമേ സൂര്യഗ്രഹണം ദൃശ്യമാവുള്ളൂ. When the moon revolves around the earth, the moon rarely comes in between the earth and the sun in a straight line. At this time, the moon shadow falls on the earth. People in the area where the moon shadow falls cannot see the sun because the moon covers the sun. This is solar eclipse. A solar eclipse is visible only to those in the lunar shadow. പിന്നെ പഠിച്ചത് സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാ? സോളാർ ഫിൽറ്റർ, കണ്ണട, ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽറ്റർ, പിൻഹോൾ പ്രൊജക്ടർ, പിൻഹോൾ ക്യാമറ എന്ന് പറയട്ടെ അതിന്. പിന്നെ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് എന്താ പറ്റും? അതിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. സാറേ, ആ ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ള ആ ഒരു പ്രൊജക്ഷൻ ഏരിയ എങ്ങനെ കാണാ? അത് ഈ സൂര്യഗ്രഹണത്തിന് നേരെ ടെലിസ്കോപ്പ് വെക്കുക. അപ്പൊ സ്ക്രീനിൽ വെച്ചാൽ നമുക്ക് എന്ത് പറ്റും? അത് നേരെ സ്ക്രീനിൽ നമുക്ക് അതിന്റെ ചിത്രം കാണാൻ പറ്റും. സൂര്യഗ്രഹണം ഉണ്ടാകുന്ന സമയത്തെ സൂര്യന് നമുക്ക് ഇങ്ങനെ കാണാം. സൂര്യപ്രകാശം ഉണ്ടാകുന്ന സമയത്തെ സൂര്യന് നേരെ നമുക്ക് കണ്ണാടി പിടിക്കുക, എന്നിട്ട് ചുമരുമ്മക്ക് പതിപ്പിച്ചാൽ സൂര്യന്റെ അതേ ആകൃതി നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ ചുമരിൽ കിട്ടും. പിന്നെ പഠിച്ചത് നിലാവ്. പിൻഹോൾ ക്യാമറയിലോ? പിൻഹോൾ ക്യാമറയിൽ ഒരു സ്ക്രീനാണ്, അതില് ചെറിയ ദ്വാരം ഇടുക. അപ്പൊ ആ പ്രകാശത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചിത്രം കാണാൻ പറ്റും. പിൻഹോൾ ക്യാമറ നിങ്ങൾ കണ്ടിക്കണോ? ഇല്ല. നിലാവ് എങ്ങനെ ഉണ്ടാവണത്? നമുക്ക് അറിയേണ്ട കാര്യം തന്നെയാണ് അല്ലെ? ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശം പുറത്തുവിടാനുള്ള കഴിവില്ല. അപ്പൊ ചന്ദ്രൻ എങ്ങനെ പ്രകാശിക്കുന്നത് നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? അത് സൂര്യന്റെ പ്രകാശമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം പ്രതിപതിച്ച് ഭൂമിയിൽ എത്തുമ്പോഴാണ് നാം രാത്രിയിൽ നിലാവ് ഉണ്ടാവുന്നത്, രാത്രി ചന്ദ്രനെ കാണുന്നത്. The sunlight falling on the moon surface gets scattered and reaches the earth. This is the moonlight that we see at night. ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ. അമാവാസിയും പൗർണമിയും അല്ലെ? ന്യൂ മൂണും ഫുൾ മൂണും. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അന്ന് കറുത്ത വാവായിരിക്കും. ന്യൂ മൂൺ occurs when the shadow side of the moon completely faces the earth. We cannot see the moon on this day അല്ലെ? ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസത്തിനാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. പിന്നെ ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാന് സാധിക്കൂല. ഫുൾ മൂൺ പറഞ്ഞാല് എന്താണ്? occurs when the illuminated part of the moon completely faces the earth അല്ലെ? ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് അർദ്ധചന്ദ്രനാണ്. ഹാഫ് മൂൺ എന്താണ്? ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നീൽഭാഗത്തിന്റെ പകുതിയും കാണാം അല്ലെ? നിങ്ങൾ രാത്രി ചന്ദ്രനെ നോക്കലില്ലേ? രാത്രി ചന്ദ്രനെ നോക്കലില്ലേ? അപ്പോ നമുക്ക് കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഈ 3 സാധനങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ഏതൊക്കെ? ന്യൂ മൂണ്, ഫുൾ മൂണ്, ഹാഫ് മൂണ്. ന്യൂ മൂണ്, ഫുൾ മൂണ്, ഹാഫ് മൂണ്. കറുത്തവാവ്, വെളുത്തവാവ്, പിന്നെ അർദ്ധചന്ദ്രൻ അല്ലെ? പൂർണ്ണചന്ദ്രന്, പിന്നെ ചന്ദ്രൻ ഇല്ലാത്ത ദിവസം കറുത്തവാവ്, പിന്നെ ചന്ദ്രനെ കാണാൻ പറ്റണം അർദ്ധചന്ദ്രൻ. അപ്പൊ നിങ്ങൾ രാത്രി കിടക്കൊക്കെ നടങ്ങിയിട്ട് മുകൾക്കൊക്കെ നോക്കാം. പിന്നെ പഠിച്ചത് വൃത്തിക്ഷയത്തെ കുറിച്ചാണ്. ചന്ദ്രൻ ഇല്ലാത്ത ദിവസം ഇരുട്ടുണ്ടാവും. പിന്നെ ഏറ്റല്ല പിന്നെ വൃത്തിക്ഷയം, അതായത്
വൃദ്ധി അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ, കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ നമുക്കിങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ വലിപ്പം കൂടി വരികയാണ് ചെയ്യുക. അതായത് നമുക്ക് കാണുന്ന പ്രകാശിക്കണ ഭാഗം കൂടി വരികയാണ് ചെയ്യുക. ഇതിനാണ് വൃദ്ധി അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് പറയണത് അല്ലെ, വാക്സിങ് അല്ലെങ്കിൽ വൈറ്റ് ഹാലോ എന്ന് പറയണത്. When viewed from the earth, the illuminated part of the moon keeps on increasing from the new moon to full moon. This period is known as the waxing or white halo. ഇനി നോക്കുക, എന്താണ് വാനിങ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹാലോ എന്നാൽ എന്ത്? ആ ചോദ്യം ഒന്നാണ് എഴുതേണ്ടത്. When viewed from the earth, the illuminated part of the moon keeps on decreasing from the full moon to new moon. അല്ലെ, ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് പോകുമ്പോ എന്താണ് ചന്ദ്രന്റെ പ്രകാശിക്കുന്ന ഭാഗം കുറഞ്ഞു വരിക ചെയ്യുക അല്ലെ. ഇതാണ് ബ്ലാക്ക് ഹാലോ വാനിങ് എന്ന് പറയാം. പിന്നെ പഠിച്ച വാക്സിങ് ആൻഡ് വാനിങ്, വൃത്തിക്ഷയം രണ്ടും കൂടിയത് അല്ലെ. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം നിഴൽ ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസത്തിനാണ് എന്താ പറയാ, ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസത്തിനാണ് പറയാ വൃത്തിക്ഷയം എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സാറ് ക്ലാസ് കഴിഞ്ഞു? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് കഴിഞ്ഞിട്ടില്ല, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നും കൂടി പറയോ? സാർ ഇതിൽ ന്യൂ മൂൺ പറഞ്ഞു കഴിഞ്ഞാൽ മൂണിനെ കാണാത്തതാണോ? ന്യൂ മൂൺ നമുക്കന്ന് മൂണിനെ കാണില്ല. പിറ്റേന്ന് മുതൽ നമുക്ക് ഒരു എന്താ പറയാ ചന്ദ്രക്കല പോലെ നമുക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ തേങ്ങാപ്പൂൾ പോലെ കാണാൻ പറ്റുന്ന ദിവസം ഉണ്ടാവും പിറ്റേന്ന് മുതൽ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറുത്ത ഭാവം നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും നിഴലായിരിക്കും ചന്ദ്രന്റെ. സാറേ എത്ര ദിവസം കൂടുമ്പോഴതൊക്കെ ഉണ്ടാവുക? അതായത് ഏകദേശം കറുത്ത ഭാവം എന്ന് പറയുന്നത് കറുത്ത ഭാവിന്റെ അന്ന് പിറ്റേന്ന് മുതല് അറബ് മാസം 1 ആയിരിക്കും ഉണ്ടാവുക. 1 മുതൽ 14 ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മുതൽ 14 വരെ എന്താണ് കറുത്ത ഭാവം മുതൽ വെളുത്ത ഭാവം വരെയുള്ള ദിവസമാണ്. അപ്പൊ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടി വരിക ചെയ്യുക. അപ്പൊ ഒരു 14 ആവുമ്പോ നമുക്ക് പൂർണ്ണ ചന്ദ്രനെ കാണാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടില്ലേ 14 രാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, പൂർണ്ണ ചന്ദ്രനെ കാണാൻ പറ്റുന്ന ദിവസം. ഓക്കെ, പിന്നെ അതിനുശേഷം എന്താ ചെയ്യാ, ചന്ദ്രന്റെ വലിപ്പം കുറഞ്ഞു വരും. പിന്നെ അവസാനം ആവുമ്പോ എന്താവും, മാസം കഴിയാനാവുമ്പോ 29 ഒക്കെ ആവുമ്പോ എന്താവും, കാണാതാവും അല്ലെ, ചന്ദ്രനെ കാണില്ല. പിന്നെ പിറ്റേന്ന് മുതൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചന്ദ്രനെ ഒരു തേങ്ങാപ്പൂൾ പോലെ കാണാൻ പറ്റും. ന്യൂ മൂൺ മുതല് ഫുൾ മൂൺ ഡേ വരെ എത്ര ദിവസം ഉണ്ടാവും? അതിനെ പറഞ്ഞത് ഏകദേശം 14 ദിവസമൊക്കെ ഉണ്ടാവും. 2 ആഴ്ച. സാറേ വെറുതെ ചാറ്റ് ഇട്ട് വിളിക്കുന്നു. ഓക്കെ എന്നാ ശരി കേട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലാസ് കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞു. താങ്ക് യു സാറേ സാറേ വാണിങ്ങും വാക്സിങ്ങും ഒന്നും കൂടി പറയൂ. വാനിങ്ങും വാക്സിങ്ങും. വാക്സിങ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, വാക്സിങ് എന്ന് പറഞ്ഞാല് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ, അതായത് ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെ പ്രകാശിക ഭാഗം കൂടി വരല്ലേ ചെയ്യാ. ഇതാണ് ന്യൂ മൂൺ എന്ന് പറയണത്. അല്ല, വാക്സിങ് എന്ന് പറയണത്. വാനിങ് എന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് 15 ദിവസം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ പ്രകാശിക ഭാഗം കുറഞ്ഞു വരല്ലേ ചെയ്യാ. അതിനാണ് വാനിങ് എന്ന് പറയണത്. ഓക്കെ, വാക്സിങ് പറഞ്ഞാല് പ്രകാശിക്കണ ഭാഗം കൂടി വരിക, പ്രകാശമുള്ള ഭാഗം കൂടി വരിക, അതായത് കറുത്ത ഭാഗം മുതൽ വെളുത്ത ഭാഗം വരെ. വാനിങ് പറഞ്ഞാല് വെളുത്ത ഭാഗം മുതൽ കറുത്ത ഭാഗം വരെ പ്രകാശിക്കണ ഭാഗം കുറഞ്ഞു വരിക. ഓക്കെ, വാനിങ്ങോ അതായത് നമുക്ക് ഫുൾ മൂൺ കാണൂല ഒരു ദിവസം. ഹലോ, മനസ്സിലായി. ഫുൾ മൂൺ കാണുന്ന ദിവസം മുതല് പിന്നെ അതിന് ശേഷം ആ മൂണിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരില്ലേ. അപ്പൊ പ്രകാശിക്കണ ഭാഗം കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ കറുത്ത ഭാവം ആകുമ്പോ എന്താവും, ചന്ദ്രനെ കാണാതാവും. ഓക്കെ,
ആ അതാണ് വാനിങ് എന്ന് പറയണത്. ഓക്കെ ഓക്കെ, എനി ഡൗട്ട്? ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ട്. താങ്ക് യു സർ. എന്താ താങ്ക് യു ഡൗട്ട്? സർ. ഫസ്റ്റ് അതെന്താ? എന്ത് ഫസ്റ്റ്? ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോ പറഞ്ഞിരുന്നില്ലേ ഒപ്പേക്ക് ഒബ്ജക്ട്സ് അത്? അതായത് നിഴല് രൂപപ്പെടുക. അപ്പൊ നമുക്ക് അപ്പുറത്ത് കാണാത്ത വസ്തുക്കളെ വെച്ചാൽ നിഴല് ശരിക്ക് കിട്ടുക. പ്രകാശം കടത്തിവിടാത്ത സാധനം വെച്ചാൽ നമുക്ക് നിഴല് ശരിക്ക് കിട്ടുക. അതിന് നിഴല് കിട്ടണമെങ്കിൽ പ്രകാശം കടത്തിവിടാത്ത സാധനം വേണ്ടേ? ശരിക്ക് കിട്ടണമെങ്കിൽ, ശരിക്ക് പൂർണ്ണമായ നിഴല് കിട്ടണമെങ്കിൽ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ വേണ്ട. ഓക്കേട്ടോ. ഓക്കെ അല്ലേ? സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ.